സൈന്യത്തിനൊപ്പം റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത് താരമാകുന്ന ഒട്ടകങ്ങൾ. ഇവർ സാധാരണ ഒട്ടകങ്ങളല്ല. നിറയെ രോമങ്ങളുള്ള ഇവരെ കാണാൻ നല്ല ഭംഗിയാണ്. സാധാരണ ഒട്ടകങ്ങൾക്ക് ഒരു കൂനയാണുള്ളതെങ്കിൽ ഇവർക്ക് 2 കൂനകളുണ്ട്. ജലവും ഊർജവും ശേഖരിച്ചു വെക്കുന്നത് ഇതിലാണ്. ലഡാക്കിലെ സുബ്രവാലിയിൽ നിന്ന് ആദ്യമായാണ് ഇവർ കർത്തവ്യപഥിൽ എത്തുന്നത്. ലഡാക്കിലെ അതിശൈത്യത്തിൽ സേനയുടെ ചരക്ക് നീക്കങ്ങൾക്കും സഞ്ചാരത്തിനും പെട്രോളിങ്ങിനും ഇവയെ ഉപയോഗിക്കുന്നുണ്ട്. 200 കിലോയോളം ഭാരവും വഹിക്കും. ചുരുക്കത്തിൽ നമ്മുടെ സൈനികർക്ക് ഏറെ സഹായം നൽകുന്നവരാണ് ഇവർ. മധ്യേഷ്യയിലെ മഞ്ഞു പെയ്യുന്ന മലനിരകളിലും മരുഭൂമികളിലും കാണപ്പെടുന്ന ഒരു വലിയ സസ്തനിയാണ് ഇത്. ബാക്ട്രിയൻ ഒട്ടകങ്ങൾ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. -50°C മുതൽ വളരെ ഉയർന്ന താപനിലയിലും ബാക്ട്രിയൻ ഒട്ടകങ്ങൾക്ക് ജീവിക്കാനാകും. തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ രോമകവചവും മരുഭൂമിക്കാറ്റിനെ പ്രതിരോധിക്കാൻ കണ്ണിലും മൂക്കിലും പ്രത്യേക പീലികളും രോമങ്ങളും ഇവർക്കുണ്ട്. മലനിരകളിലും മരുഭൂമികളിലും സഞ്ചാരത്തിനും ചരക്ക് നീക്കത്തിനും ബാക്ട്രിയൻ ഒട്ടകങ്ങളെ ഉപയോഗിക്കാറുണ്ട്. ദേശാടന പ്രിയരാണിവർ. പാറക്കെട്ടുകൾ നിറഞ്ഞ പർവ്വതനിരകൾ മുതൽ പരന്ന പുൽമേടുകൾ, വരണ്ട മരുഭൂമി, പാറക്കെട്ടുകൾ നിറഞ്ഞ സമതലങ്ങൾ, മണൽക്കൂനകൾ തുടങ്ങിയവയാണ് ഇവയുടെ ആവാസ വ്യവസ്ഥ. മാസങ്ങളോളം വെള്ളമില്ലാതെ ബാക്ട്രിയൻ ഒട്ടകങ്ങൾക്ക് കഴിയാൻ സാധിക്കും. എന്നാൽ ഒരു സമയം 57 ലിറ്റർ വെള്ളം കുടിക്കാനും പറ്റും. മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാനാകും. കുന്നും മലയും കയറി ഇറങ്ങുമ്പോൾ ഇവരുടെ വേഗത പക്ഷേ മണിക്കൂറിൽ 40 കിലോമീറ്ററാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ ഗോബിയിലാണ് ബാക്ട്രിയൻ ഒട്ടകങ്ങൾ കൂടുതലായി കാണുന്നത്.